ഒരിക്കലൊരു സ്ഥലത്ത് ദേഷ്യക്കാരനായ ഒരു കുട്ടിയുണ്ടായിരുന്നു. എന്തിനും ഏതിനും ദേഷ്യപ്പെടുന്ന ആ കുട്ടിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് കുട്ടിയുടെ പിതാവ് വിചാരിച്ചു. അദ്ദേഹം കുട്ടിയുടെ കയ്യിൽ ഒരു സഞ്ചി ആണി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിനക്കിനി ദേഷ്യം വരുമ്പോഴെല്ലാം ഓരോ ആണി എടുത്ത് ഈ മതിലിന്മേൽ നീ അടിക്കണം. കുട്ടി സമ്മതിച്ചു. ഒന്നാമത്തെ ദിവസം അവൻ 40 ആണി മതിലിന്മേൽ അടിച്ചു. പിന്നെയും അവൻ തുടർന്നു. ആഴ്ചകൾ നീണ്ടുപോയി. ഓരോ വട്ടവും ഈ പ്രക്രിയ അവൻ ചെയ്യുമ്പോഴേക്കും അവൻ്റെ ദേഷ്യം കുറഞ്ഞു കുറഞ്ഞു വന്നു. പതിയെ ദേഷ്യമില്ലാതെയായി. കുട്ടി തൻ്റെ പിതാവിനോട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ദേഷ്യം വരാറില്ല. അതിന് പിതാവ്, തീർന്നിട്ടില്ല, ഒരു കാര്യം കൂടെ ഉണ്ട്. ഇനി നീ ഈ അടിച്ച ആണികളെല്ലാം തിരിച്ച് പറിച്ചെടുക്കണം. കുട്ടി സമ്മതിച്ചു. അങ്ങനെ അവൻ ആണി മുഴുവനും തിരിച്ച് പറിച്ചെടുത്തു. പിതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ ഈ ആണി മുഴുവനും തിരിച്ച് പറിച്ചെടുത്തു. അപ്പോൾ പിതാവ് പറഞ്ഞു, കൊള്ളാം കുഞ്ഞേ, പക്ഷെ നീ ഇനി ആ ആണി പറിച്ചെടുത്ത് ഉണ്ടായ ദ്വാരങ്ങളിലേക്കൊന്ന് നോക്കിയേ. ഇപ്പോൾ പഴയതുപോലെയാണോ ആ വേലിയിരിക്കുന്നത്? കുട്ടി പറഞ്ഞു, അല്ല, അതുപോലെ തന്നെയാണ് ജീവിതത്തിലും. നാം ദേഷ്യപ്പെട്ട് ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും പരിണിത ഫലങ്ങൾ ഉണ്ടാകും. മുറിവുകൾ സ്ഥിരമായി അവശേഷിക്കും. ചിലപ്പോൾ എത്ര സോറി പറഞ്ഞാലും ആ മുറിവ് അവിടെ തന്നെ ഉണ്ടാകും. ഓരോ വട്ടം കോപം വരുമ്പോഴും ഈ ചെറിയ കഥ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നല്ലതാണ്. ബൈബിളിൽ യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. പ്രിയ സഹോദരന്മാരെ, നിങ്ങളത് അറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവരായിരിക്കട്ടെ. ഈ കഥ നിങ്ങളെ ചെറുതായെങ്കിലും ഒന്ന് സ്പർശിച്ചെങ്കിൽ കമന്റ് ചെയ്യൂ.